ഇടുക്കി കൂട്ടാറിൽ ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ച സംഭവത്തിൽ വീണ്ടും കമ്പമട്ട് സിഐ വെള്ളപൂശി റിപ്പോർട്ട്. കൂട്ടം കൂടുന്ന ആളുകളെ പിരിച്ചുവിടാൻ നിയമപരമായാണ് ബലം പ്രയോഗിച്ചത് എന്ന് കട്ടപ്പന ഡിവൈഎസ്പിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സിഐക്കെതിരെ നടപടി വേണ്ട എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. വിവരങ്ങളുമായി രാഹുൽ വിജയൻ ചേരുന്നുണ്ട്. രാഹുൽ, ഈ CCTV ദൃശ്യങ്ങൾ കാണാത്ത ആളാണോ ഈ റിപ്പോർട്ട് എഴുതിയിരിക്കുന്നത്? അഷ്മി, CCTV ദൃശ്യങ്ങൾ കണ്ടതിലൊന്നും ഒരു പ്രശ്നമില്ല എന്നുള്ളതാണ് കട്ടപ്പന ഡിവൈഎസ്പിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് ഈ പുതുവത്സര ദിനത്തിൽ 50-ലധികം വരുന്ന ആളുകൾ മദ്യപിച്ച് കൂട്ടം കൂടി നിൽക്കുകയായിരുന്നു. 2 തവണ കമ്പമട്ട് സ്റ്റേഷനിൽ നിന്ന് ഉദ്യോഗസ്ഥരെത്തി പറഞ്ഞിട്ടും SI റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെത്തി പറഞ്ഞിട്ടും ഇവർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയില്ല. മൂന്നാമതാണ് CA ഷമീർ ഖാന്റെ നേതൃത്വത്തിലുള്ള സംഘം വരികയും കൂട്ടം കൂടി നിന്ന ആളുകളെ പിരിച്ചുവിടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയും ചെയ്തത്. നിയമപരമായ രീതിയിൽ അവരെ പിരിച്ചുവിടുക മാത്രമാണ് ചെയ്തത് എന്നുള്ളതാണ് ഈ SP-ക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. അതിൽ നമ്മൾ എടുത്ത് SP-യോട് ചോദിക്കുകയും ചെയ്തു, ഈ കൈകൊണ്ട് ആളുകളെ മർദ്ദിച്ച് പല്ലടിച്ച് പൊഴിക്കുന്നതിന് എന്തെങ്കിലും രീതിയിൽ നടപടി ഉണ്ടാകുമോ എന്നുള്ളത് ചോദിച്ചു. അപ്പോൾ അതിന്റെ ആവശ്യമില്ല, നിയമപരമായി മാത്രമുള്ള നടപടി മാത്രമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതായിരുന്നു SP-യും നമ്മളോട് പറയുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ CA ഷമീർ ഖാനെതിരെ നടപടി ഉണ്ടാകില്ല എന്നുള്ളത് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട്, ഉറപ്പായിട്ടുണ്ട്. ഇനി SP-ക്ക് ലഭിച്ച റിപ്പോർട്ട് DIG-ക്ക് കൈമാറും എന്നുള്ളതാണ് SP വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയെയും കോടതിയെയും സമീപിക്കാൻ ഒരുങ്ങുകയാണ് മർദ്ദനമേറ്റ മുരളീധരൻ. ഓക്കെ, ഈ CCTV ദൃശ്യങ്ങൾ കണ്ടാൽ ഇത് നിയമപരമായിട്ടാണ്, ഒരു പ്രശ്നവുമില്ലാതെന്നാണ്, ആൾക്കൂട്ടത്തെ ഒഴിവാക്കാനാണ് എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ അങ്ങനെയൊക്കെയാണ് DYSPക്ക് തോന്നുന്നതെങ്കിൽ അത് ഒന്നും പറയില്ല അതിനകത്ത്.